ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീംസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാരാണ് ഈ വ്ളോഗ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്തോളൂ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ കുഞ്ഞിയുടെ സ്കൂളിലേക്ക് പോകണതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിയുടെ സ്കൂൾ ആദ്യമായിട്ടൊന്നല്ല കാണിക്കണമെന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്നവരാണെങ്കിൽ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് കുഞ്ഞിയുടെ സ്കൂള്. സ്കൂളിലേക്കുള്ള എൻട്രി അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നാണ് കുഞ്ഞിയുടെ സ്കൂളിൽ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻസ് വെച്ചേക്കുന്നത്. അപ്പോൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് 6 മണിക്കാണെങ്കിലും ഡാൻസിനുള്ള കുട്ടികൾക്ക് ഓരോ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് മേക്കപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ കുഞ്ഞിക്ക് സമയം കിട്ടിയേക്കുന്നത് ഇന്ന് രാവിലെ 10 മണിക്കാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുമ്പോൾ 5th തുടങ്ങി 8th വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ പെർഫോമൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-4:30 ആവുന്ന സമയത്ത് സ്കൂൾ ബസ് വന്ന് വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് അവരെ കൊണ്ടുപോകും. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്കൂളിൽ തന്നെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ പ്രോഗ്രാമൊക്കെ കഴിയണ സമയത്ത് നമ്മൾ അവരെ റിസീവ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുഞ്ഞിയുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞിയുടെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സമയമൊന്നായിട്ടില്ല, ഞങ്ങൾ വളരെ നേരത്തെ തന്നെയാണ് ഇറങ്ങിയേക്കണം. പാറത് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ നല്ല മഴക്കാരൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് പരിപാടിയൊന്നും നടത്താണ്ടിരിക്കില്ല കേട്ടോ. പരിപാടിയൊക്കെ എപ്പോഴും കറക്റ്റ് ടൈമിൽ തന്നെ നടത്തും. പിന്നെ ഞങ്ങൾ ഇത്തിരി നേരത്തെ ഇറങ്ങി, അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങ് പോവാം എന്നൊക്കെയാണ് പ്ലാൻ. എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഇനി സ്കൂളിലെത്തിയിട്ട് കാണിക്കാം. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇതേ ഓട്ടോ പിടിച്ച് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. നല്ല മഴക്കാരുണ്ട്. ഇപ്പം മഴ പെയ്യും എന്നുള്ള മട്ടില്ലാട്ടോ നിൽക്കണേ. അപ്പോൾ ഞങ്ങളിതേ ഒരു 5 മണിയായപ്പോഴത്തേക്കും തന്നെ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണിക്കൊക്കെയാണ് പ്രോഗ്രാം. പക്ഷേ ഞങ്ങൾക്ക് ഫ്രണ്ട് റോയിലൊന്നും ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് റോയിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടേക്ക് ചെല്ലണ സമയത്ത് നമ്മൾ വെൽക്കം ചെയ്യുമ്പോൾ നമുക്ക് വെൽക്കം സ്നാക്സും ജ്യൂസൊക്കെ തരും. അപ്പോൾ അതിലെന്തുട്ടാളെന്ന് പിച്ച് പൊളിച്ച് നോക്കണം കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ പാറുവിന് പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ വാങ്ങിയിട്ടുണ്ടായില്ല. ചായ കുടിച്ചപ്പോൾ പിന്നെ അവൾക്ക് ഇനിയൊന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ അതിലൊരു പീസ് കേക്ക്, പിന്നെ ഒരു വെജ് റോള്, പിന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് അത്രയ്ക്കൊക്കെ ഉണ്ടായി. പിന്നെ അങ്ങനെ മാനം നോക്കിയിരുന്നപ്പോഴാണ് ഇതേ ഒരു വിമാനം പോകുന്നത്. അപ്പോൾ അതും കൂടി വെറുതെ വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അപ്പുറത്തിപ്പുറത്തൊക്കെ ഓരോരുത്തർ വരുന്നതൊക്കെ നോക്കിയിരുന്നിരുന്ന് വന്നപ്പോഴത്തേക്കിനും ഇതേ 6 മണിയായി. പ്രോഗ്രാമൊക്കെ കറക്റ്റ് ടൈമിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തു. ഇത് അങ്ങനെ ദേ ലാമ്പ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ LKG പഠിക്കുന്ന ഒരു കുഞ്ഞ് സുന്ദരി മോളാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിൽഡ്രൻസ് ഡേയുടെ ഒരു സ്പീച്ച് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നന്നായി പറയുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കും. അങ്ങനെ ദേ നമ്മുടെ LKG-കാരിയുടെ സ്പീച്ചൊക്കെ കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സ്പീച്ചൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിൽഡ്രൻസ് ഡേയുടെ ഒരു സോങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ആ കുട്ടിക്കുള്ള ഒരു മൊമെൻ്റോ കൊടുക്കുന്ന പരിപാടി കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം സാമുവൽ എന്ന് പറഞ്ഞിട്ട് 12B ഒരു കുട്ടിക്കാണ് അത് അവാർഡ് ചെയ്തേക്കുന്നത്. പിന്നെ ആ കുട്ടി എഴുതിയ സോങ് നമ്മുടെ മ്യൂസിക് സാറ് കമ്പോസ് ചെയ്ത് ടീച്ചേഴ്സ് സ്റ്റേജിൽ പാടി ഡാൻസൊക്കെ കളിക്കും. അതെല്ലാ വർഷം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ സോങ്ങൊക്കെ വ്യത്യാസമായിരിക്കും, ആരാ എഴുതിയ അങ്ങനെയൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷയായിരിക്കും നമുക്ക്. ഇനിയിപ്പം നമ്മുടെ പിള്ളേരുകളുടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പോൾ അത് എപ്പോഴും ഒരു സ്കിറ്റിക്കോടെയാണ് ഡാൻസും കാര്യങ്ങളും എല്ലാം പോകുന്നത്. അപ്പോൾ ഇതൊരു വെൽക്കം ഡാൻസാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം വെൽക്കം ഡാൻസൊക്കെ ക്ലാസിക്കലൊക്കെയാണ് പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനത്തെ ഒരു ഡാൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതെനിക്ക് തോന്നിയിട്ട് 5th 6th കുട്ടികളാണ് കേട്ടോ. കുഞ്ഞിൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ അതിൽ കണ്ടായിരുന്നു.
ഡാൻസ് മാത്രമല്ല കേട്ടോ, അത് ഇവരുടെ ക്രിയേറ്റിവിറ്റി നോക്കിയാൽ ചിൽഡ്രൻസ് ഡേ എന്നൊക്കെ എഴുതിയിട്ട് ഒരു കട്ടൗട്ടൊക്കെ മേക്ക് ചെയ്ത് നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തൊരു ഒറിജിനാലിറ്റിയാണെന്ന് ഞാൻ ആലോചിക്കും. കാരണം ഒരു 3 വീക്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 1 മന്തൊക്കെ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഒരാൾ പോലും തെറ്റിക്കില്ല കേട്ടോ, അത്രയും പെർഫെക്ഷനാണ് കുട്ടികളുടെ ഡാൻസൊക്കെ. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ നമ്മുടെ ചിൽഡ്രൻസ് ഡേയുടെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ആൻഡ് റോം. അപ്പോൾ ഒരു കുട്ടി ലൈബ്രറിയിൽ പോയിട്ട് വായിക്കുന്ന ഒരു 3 ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സ്കിറ്റും ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഭയങ്കര ക്ഷമയില്ലാണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം ഏതൊക്കെ ഡാൻസാണ്, എന്തൊക്കെയാണ്, എല്ലാ വർഷവും വെറൈറ്റി ഡാൻസ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കൊറിയോഗ്രാഫേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ വന്ന് പഠിപ്പിക്കുന്നതൊക്കെ. പിന്നെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ അതിനും നല്ല പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരേ തീമിനനുസരിച്ച് കളറും ഡ്രസ്സിൻ്റെ മോഡലും എല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ. അങ്ങനെ അതേ കാത്തിരുന്ന് കുഞ്ഞിയുടെ ഡാൻസ് വന്നു കേട്ടോ. അപ്പോൾ ആ മിഡിലിൽ നിന്ന് കളിക്കുന്നതാണ് കുഞ്ഞി. അപ്പോൾ എനിക്ക് ഒരുപാട് നേരം ഈ ഡാൻസ് ഇങ്ങനെ നമ്മുടെ വ്ളോഗിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എൻ്റെ വോയിസ് ഓവർ ഇല്ലെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ 1-2 പ്രാവശ്യം അങ്ങനെ ആയപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര വ്യൂസൊക്കെ റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഈ ഡാൻസിൻ്റെ ഇടയിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫുൾ ഡാൻസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു, നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഡാൻസറിനെ കണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു നന്നായി കളിച്ചു എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിലൊരു കാര്യം ഡാൻസാട്ടോ. അതൊരു നിലയ്ക്ക് എനിക്ക് വഴങ്ങില്ല. എന്ന് വെച്ചാലും നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാനൊരു തവണ പാരൻസ് ഡേക്ക് ക്ലാസിക്കൽ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്. കാരണം നമ്മളാണല്ലോ അവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കേണ്ടത്, അങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ പാറും കുഞ്ഞൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം എനിക്ക് പറ്റാത്തൊരു കാര്യം നമ്മുടെ മക്കൾ നന്നായൊക്കെ ചെയ്യണ സമയത്ത് അതൊരു പ്രൗഡല്ലേ. അങ്ങനെ പിന്നെ കുഞ്ഞിനിപ്പോൾ ക്ലാസിക്കൽ ഡാൻസിനൊക്കെ ചേർക്കണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിക്ക് താല്പര്യമുണ്ട്. പണ്ട് പാറുവിനെ ഇതുപോലെ ക്ലാസിക്കൽ ഡാൻസിന് എൻ്റെ ഇഷ്ടത്തിന് കൊണ്ട് ചേർത്തിട്ട് പിന്നെ അത് എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. വേറെയും കുറേ നല്ല അടിപൊളി ഡാൻസസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വ്ളോഗിന് ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറിംഗ് ആവില്ല. അതുകൊണ്ട് അത് ആഡ് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.